ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് കാരണക്കാരി നീയാണെന്നോ? നീ വലിയ ഹീറോയിനെ പോലെ ഉണ്ടെന്നും അവരുടെ അടുത്ത ആർട്ട് ഫിലിമിൽ നീ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? നന്ദനെ ഇഷ്ടപ്പെട്ടോന്നാ? ഇതാണ് പറ്റിയ സമയം. ഈ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഇതൊരു ജീവൻ മരണ പോരാട്ട. എന്റെ അമ്മ തോൽക്കാതിരിക്കാൻ കൂടെ പിറന്നവനെ കൊന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാണ്. മടിക്കാതെ വിശേഷം പറയുന്നേ. ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യല്ലേ? അത് ഞാൻ തന്നെ നേരിട്ട് അമ്മയോട് പറയാൻ വന്ന. ഇപ്പൊ നിങ്ങളിവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നന്ദൻ എന്നെ പറഞ്ഞു. ഞാനേ അല്പം ടയേർഡാ, ഒന്ന് ഫ്രഷ് ആവണം. ഇനി എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നവർ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ബ്രോ, സംസാരിച്ച് ഫൈനൽ ചെയ്യണം കേട്ടോ. ഞാൻ ദേ വരുന്നു. 5 minutes. ഓക്കെ, ബൈ. ഇവനിത് എന്തൊക്കെയായി പുലമ്പിയത്? എന്താ നന്ദന പ്രശ്നം? പറഞ്ഞോ. ഹോട്ടലിൽ എന്താ നടന്നേ? അത് ആന്റി, ഈ അരവിന്ദ് അത് വേറൊന്നുമല്ല മാഡം. എന്റെ അങ്കിള് US വന്നിട്ടുണ്ട്. നിശ്ചയത്തിന് മുൻപ് തിരിച്ചു പോവും. അങ്കിളിന് അരവിന്ദനെ കാണണമെന്ന് ഒരേ നിർബന്ധം. വയസ്സായിരിക്കുന്ന ആളാ. ചിലപ്പോ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ലെങ്കിലോ? നന്ദനയോട് അരവിന്ദനെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോ അരവിന്ദന് അമ്മയോട് ചോദിക്കാൻ പേടി. അതാ ഞങ്ങള് നേരിട്ട് വന്ന് ചോദിക്കാന്ന് വെച്ചത്. ഇതാണ് ഹോട്ടലിൽ വെച്ച് നടന്ന വലിയ കാര്യം. ഞാൻ വിചാരിച്ചു ഇവളുടെ മുന്നിൽ വെച്ച് അവൻ ഏതോ പെണ്ണെ കയറി പിടിച്ചെന്ന്. എന്താ നന്ദന ഇത്? വയസ്സായ മനുഷ്യനല്ലേ, തീർച്ചയായും അരവിന്ദനെയും കൂട്ടിപ്പോയി അനുഗ്രഹം വാങ്ങിക്കണം. ഒരു മംഗളകർമ്മം നടക്കുമ്പോ സന്തോഷാവട്ടെ എല്ലാവർക്കും. എന്റെ അന്വേഷണം കൂടി അറിയിച്ചാ മതി. ആ മഹേശ്വരി, കൃഷ്ണേട്ട റൂമിലാ. പിന്നെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? വാ, അകത്തേക്ക് കയറ്. You know, I'm in love. I can feel the everlasting magic of love in every moment. What? ഇല്ല സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? മുരളിയേട്ടാ, നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചു.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. എനിക്ക് ഉപഹാരമായ കണ്ണനെ ലഭിക്കുന്നത് വരെ എന്നെ ആർക്കും ഉണർത്താൻ സാധിക്കില്ല. ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്, പക്ഷേ അത് കഷ്ടമില്ലാതെ കഴിക്കണം. യെസ്, രക്ഷയില്ല, വളരെ ശ്രദ്ധിച്ച്. സ്പീഡ് കുറയ്ക്കണം. യെസ്, 3. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ വേദ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിച്ചതുകൊണ്ടോ എന്നെ ശപിച്ചതുകൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല. നല്ല ബുദ്ധിയാണ്. നിങ്ങൾക്കറിയോ, അങ്ങ് ദുബായിൽ 11 അടി ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് 7 സാരി വെച്ച് പല എന്ന് കറക്കുന്ന പണിയാ. ഇത് കണ്ണപ്പട്ടൻ, ഇത് തോമസ് ഏട്ടൻ. അപ്പൊ തോമസ് ഏട്ടൻ ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഇന്ന് പെണ്ണുമ്പിള്ള ഭക്ഷണം കഴിക്കത്തില്ല. അത്ര സ്നേഹമാണ് പെണ്ണുപിള്ളേ? സ്നേഹമായിട്ടല്ല, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വെപ്പല്ലേ ഉള്ളൂ. ഇല്ല സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? മുരളിയേട്ടാ, നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചൂന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. എനിക്ക് ഉപഹാരമായ കണ്ണനെ ലഭിക്കുന്നത് വരെ എന്നെ ആർക്കും ഉണർത്താൻ സാധിക്കില്ല. ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്, പക്ഷേ അത് കഷ്ടമില്ലാതെ കഴിക്കണം. യെസ്, രക്ഷയില്ല, വളരെ ശ്രദ്ധിച്ച്. സ്പീഡ് കുറയ്ക്കണം. യെസ്, 3. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ വേദ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിച്ചതുകൊണ്ടോ എന്നെ ശപിച്ചതുകൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല. മുരളിയേട്ടാ, നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചൂന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും.